ഹലോ! അപ്പോൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഹായ്! അപ്പം നമ്മളിപ്പോൾ പോയോണ്ടിരിക്കുന്നത് നമ്മുടെ ഉണ്ണിക്ക് 90 കഴിഞ്ഞു. ഇനി അവളുടെ മാമോദീസയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അല്ലറ ചില്ലറ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടി പോയോണ്ടിരിക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ മോള്. നമ്മളിപ്പോൾ ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ അവളിങ്ങനെ പുറത്ത് കൊണ്ടുപോകുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ ആളൊരു പാവമായിരുന്നു കേട്ടോ. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അങ്ങനെ കരച്ചിലും വാശിയൊന്നും ഉണ്ടായിരുന്നില്ല. ആൾ നല്ല ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കണേ. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ടൗണിൽ നിന്നാണ് കേട്ടോ സാധനങ്ങളെല്ലാം വാങ്ങാനായിട്ട് വിചാരിക്കണേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീട് പണി കൂടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ടിള വെപ്പും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ കട്ടിലേരെ അടിയിൽ വെക്കാനായിട്ട് തിരികുരിശും കാശുരൂപങ്ങളൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ പുത്തമ്പള്ളിയിലൊക്കെ ആദ്യം ഒന്ന് വന്നു. ഉണ്ണിയുടെ മാമോദീസ കഴിയാത്തതുകൊണ്ട് തന്നെ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കാനായിട്ട് പറ്റിയില്ല. അതിൻ്റെ തൊട്ടടുത്താണ് ഒരു ഷോപ്പുണ്ട്. അവിടെ നിന്നാണ് കേട്ടോ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പം നമ്മൾ അന്വേഷിച്ച് വന്നത് കിട്ടിയിട്ടുണ്ട്. പഞ്ചലോഹത്തിൻ്റെ തിരുകുരിശാണ്. അപ്പോൾ അത് നമ്മൾ വാങ്ങി. മാമോദീസയ്ക്കായിട്ട് ഉണ്ണിക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ ഈ ക്രൗണും ക്യാൻഡിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോൾ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അതെടുത്തു. പക്ഷെ അപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു ഇങ്ങനത്തെ അല്ല യൂസ് ചെയ്യാറ്, ഫുൾ ഫ്ലവർ ആയിട്ടുള്ളതാണ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരെണ്ണം വാങ്ങി കേട്ടോ. ഗേൾ ബേബി ആയതുകൊണ്ട് റോസാണ് കേട്ടോ എടുത്തത്, റോസും വൈറ്റും ചേർന്നിട്ടുള്ളത്. അങ്ങനെ നമ്മൾ മുറ്റത്തൊക്കെ കുറച്ച് നേരം നടന്ന് അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോവാണ്. ഉണ്ണി പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുകയാണെന്ന് കേട്ടോ തോന്നിയത്. അതിനുശേഷം നമ്മൾ കുറച്ച് നേരം നടന്ന് അടുത്തുള്ള ഒരു ഷോപ്പിൽ കയറി. നമുക്ക് ഡ്രസ്സ് എടുക്കാനാണ് വന്നത്. അപ്പോൾ ആദ്യം ഉണ്ണിക്കുള്ള ഡ്രസ്സ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വൈറ്റ് ഫ്രോക്കാണ് വേണ്ടത്. പക്ഷേ ഇത് ഭയങ്കര വലിയ സൈസായിരുന്നു. ഇതിൻ്റെ ചെറിയ സൈസ് അവിടെ കടയിൽ ഇല്ലയെന്നും പറഞ്ഞു. അപ്പോൾ നേരെ ക്ലീറ്റുവിന് പാൻറ് എടുക്കാനായിട്ട് നമ്മൾ നിന്നു. എനിക്ക് മെറ്റീരിയൽസ് ഫ്രോക്കാണ് ഇടുന്നത്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കാനായിട്ട് പോയി. പക്ഷെ അവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊന്നും അങ്ങനെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലീറ്റിനുള്ള പാൻറ്റിൻ്റെ തുണി മാത്രം നമ്മൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് ഇറങ്ങി അടുത്ത കടയിൽ കയറി. അവിടെ നിന്ന് ഉണ്ണിക്കുള്ള ഫ്രോക്കും അതുപോലെ തന്നെ ടർക്കി, അവൾക്കുള്ള സോക്സ് എല്ലാം കിട്ടിയിട്ടോ. പിന്നെ അടുത്തത് എനിക്ക് ഡ്രസ്സ് എടുക്കാനായിട്ട് മെറ്റീരിയൽസ് വാങ്ങാനായിട്ട് ക്വീനിലാണ് പോയത്. പറയാണ്ടിരിക്കാൻ വയ്യ, ഒരുപാട് നല്ല സെലക്ഷനായിരുന്നു. ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട്, പല മോഡൽസിൽ വരുന്ന പല തരത്തിലുള്ള ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നോക്കിയെടുക്കാം. നല്ല സ്റ്റാഫായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെയും കുറച്ച് നേരം ഇരുന്നു. എനിക്കുള്ള മെറ്റീരിയൽസൊക്കെ അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം ഉണ്ണിക്കുള്ളതും ലിറ്റിൽ ക്വീനിൽ നിന്നാണ് കേട്ടോ എടുത്തത്. അതിന് ശേഷം വരുന്ന ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം നമുക്ക് ഫോൺ കൈകൊണ്ട് തൊടാൻ പോലും പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഉണ്ണിക്ക് ഫീഡ് ചെയ്യാനായിട്ട് പോയി, അതുപോലെ തന്നെ ക്ലീറ്റുവിന് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയി, ഷർട്ടും ജീൻസൊക്കെ വാങ്ങി. പക്ഷേ ഞങ്ങൾ ആ കടയിൽ നിൽക്കുന്ന സമയത്ത് പുറത്ത് ഭയങ്കരമായിട്ടുള്ള മഴയും ഇടിവെട്ടും കാറ്റൊക്കെ ആയിരുന്നു. മഴയൊന്ന് കുറഞ്ഞപ്പോൾ നമ്മൾ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങി പുതിയ കുടയൊക്കെ വാങ്ങിയിട്ടാണ് നമ്മൾ വീണ്ടും പുത്തമ്പള്ളിയുടെ അടുക്ക് വരേണ്ടതായിട്ട് വന്നു. കാരണം നമ്മൾ വാങ്ങിയിട്ടുള്ള ക്യാൻഡിൽ ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുതിയത് വാങ്ങാനായിട്ട് വന്നതാണ്. പക്ഷേ ആ കടയൊക്കെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മഴ കാരണം കുറച്ച് ഇടിമിന്നലൊക്കെ ഉള്ള കാരണം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ കയറി നിന്നു. എന്നിട്ട് അച്ഛൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പോൾ അച്ഛൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അച്ഛൻ വന്നു. നമ്മൾ ഓട്ടോയിലൊക്കെ കയറി തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ഷോപ്പിൽ നിർത്തി നല്ല ചൂട് കാപ്പിയൊക്കെ കുടിച്ചു.
അപ്പോൾ നല്ല മഴ തോർന്ന അന്തരീക്ഷമാണ് കേട്ടോ. പക്ഷേ നേരത്തെ മഴ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി എന്നാണ് അച്ഛൻ പറയുന്നത്. നമ്മൾ വരുന്ന വഴിക്കും കണ്ടു റോട്ടിൽ ഒരുപാട് മരച്ചില്ലയും കൊമ്പുകളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ മാങ്ങയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഓട്ടോറിക്ഷയിൽ കിടക്കുന്നുണ്ട് മാങ്ങകളൊക്കെ. അപ്പം നമ്മൾ രാത്രി കഴിക്കാനായിട്ട് ചിക്കൻ ബിരിയാണി വാങ്ങാനായിട്ട് നിൽക്കുകയാണ്, പാർസൽ വാങ്ങാനായിട്ട് നിൽക്കുകയാണ്. ഇത് നമ്മൾ ചേറ്റുപുഴയിലുള്ളൊരു ഷോപ്പാണ് കേട്ടോ. നല്ല ബിരിയാണിയാണ് ഇവിടുത്തെ. നമ്മളത് ഇവിടെ ഇരുന്ന് കഴിക്കൽ പോസിബിൾ അല്ല, കാരണം ഉണ്ണി വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് വീട്ടിൽ പോയിട്ട് കഴിക്കാനായിട്ട് പാർസൽ വാങ്ങാൻ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങി വീട്ടിലെത്തി കഴിച്ചു. ഉണ്ണിക്ക് ഫീഡിങ്ങും കാര്യങ്ങളും പിന്നെ ക്ഷീണമൊക്കെ കാരണം നമ്മൾ ഉറങ്ങിപ്പോയി. വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ഇത് പിന്നെ നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. ഇപ്പം നമ്മൾ പോയോണ്ടിരിക്കുന്നത് ഉണ്ണിക്കുള്ള മാല വാങ്ങാനായിട്ടാണ്. ടി ദേവസിയുടെ ജ്വല്ലറിയിലാണ് പോകുന്നത്. അപ്പോൾ അവൾ ഓട്ടോയിലിരിക്കുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചൂടറിയാലോ, ഇപ്പോഴത്തെ ചൂട് ഭയങ്കര സീനായിരുന്നു. അതുകൊണ്ട് ഓട്ടോറിക്ഷ നിൽക്കുമ്പോൾ ചെറുതായിട്ട് കരയായിരുന്നു. അല്ലാത്ത സമയത്ത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ആൾ ഹാപ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഇപ്പം നമ്മുടെ വീട് വരുന്നത് കണ്ടശാങ്കടവാണ്. അപ്പോൾ കണ്ടശാങ്കടവ് പുഴയൊക്കെ ആൾ കാണുന്നത് ആദ്യമായിട്ടാണ്. ഈ ഭാഗത്തേക്ക് അങ്ങനെ വന്നിട്ടില്ല. നമ്മൾ ഇവിടുന്ന് നേരെ തൃശ്ശൂർക്കാണ് പോകാറുള്ളത്. അപ്പോൾ കണ്ടശാങ്കടവിൽ നിന്ന് വാടാനപ്പള്ളി പോണത് ആദ്യമായിട്ടാണ്. മോളെയും കൂട്ടിയിട്ട് പോണത് കേട്ടോ. അങ്ങനെ പുഴയൊക്കെ കണ്ടു. ഇപ്പോൾ റോഡൊക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. പിന്നെ ഒരു തരം പുതിയ റോഡ്, നാഷണൽ ഹൈവേ ആണ് വരുന്നത്. അതിൻ്റെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ കല്യാണം കഴിഞ്ഞ ടൈമിലും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൂടി പണികൾ പുരോഗമിച്ച് വരുന്നുണ്ട്. ഇതാണ് കേട്ടോ പാലം. അങ്ങനെ നമ്മൾ ജ്വല്ലറിയിലെത്തി. ഉണ്ണിക്ക് വേണ്ടിയിട്ടുള്ള മാലയൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ അന്നത്തെ ദിവസം തന്നെ ഈവനിങ് ആണ് കേട്ടോ ഇത് പള്ളിയിൽ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ മാമോദീസയുടെ ഭാഗമായിട്ട്. അപ്പോൾ അതുകളെല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് വന്നതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ പള്ളി, കണ്ടശാങ്കടവ് പള്ളി. അതിനുശേഷം നമ്മൾ ഓട്ടോ വിളിച്ച് വീട്ടിലെത്തി. പിന്നെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.